വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ട് വയനാടൻ കർഷക ജനതയെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാനന്തവാടി രൂപത വ്യാഴാഴ്ച കൽപ്പറ്റയിൽ ഉപവാസ സമരവും പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. കാടും നാടും വേർതിരിക്കുക, ഫെൻസിംഗ് ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുക, ഉദ്യോഗസ്ഥ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക, യുക്കാലി, സെന, മഞ്ഞക്കൊന്ന, തേക്ക്, അക്വേഷ്യ മുതലായവ മുറിച്ചുമാറ്റി സ്വാഭാവിക വനങ്ങൾ സൃഷ്ടിക്കുക, അധിനിവേശ സസ്യങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കുക, വനത്തിനുള്ളിൽ മുളങ്കാടുകൾ വെച്ച് പിടിപ്പിക്കുക, വനത്തിലൂടെയുള്ള ട്രക്കിംഗ് അവസാനിപ്പിക്കുക, മനുഷ്യജീവന് പ്രാധാന്യം നൽകുക, ജീവൻ നഷ്ടപ്പെട്ടവർക്കും വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുന്നവർക്കും ജീവനോപാധികളും കൃഷിയും വീടും നഷ്ടപ്പെടുന്നവർക്കും ഉചിതമായ നഷ്ടപരിഹാരം കാലതാമസമില്ലാതെ നൽകുക, ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വനനിയമങ്ങളിൽ കൂടുതൽ അധികാരം നൽകുക, വനത്തിനടുത്ത് താമസിക്കുന്നവർക്ക് സ്വയം പ്രതിരോധത്തിനുള്ള അനുവാദം നൽകുക, വനവിസ്തൃതിക്ക് അനുസരിച്ച് വന്യമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർ വന അധികാരം ഉപയോഗിക്കുക, വനനിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുക, വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ജലലഭ്യതയും ഭക്ഷണവും ഉറപ്പുവരുത്തുക, വിവിധ കേന്ദ്ര അന്തർദേശീയ ഏജൻസികൾ നൽകിയ പണം വനം വകുപ്പ് വിനിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ഓഡിറ്റ് നടത്തുക, അക്രമകാരികളും മനുഷ്യജീവന് ഭീഷണിയുമായ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുക തുടങ്ങി 20 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. പ്രതിഷേധിച്ചത് വലിയൊരു കുറ്റമാണ് എന്ന രീതിയിലൊക്കെ പ്രസ്താവന ഇറക്കുന്നത് കാണാനിടയായി. അതിനെ നമ്മൾ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. അത് മലയോര ജനങ്ങളുടെ മേൽ, അല്ലെങ്കിൽ അഭ്യസ്തരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മേലൊക്കെ, യുവാക്കളുടെ മേലിലൊക്കെ, യുവതിമാരുടെ പേരിലൊക്കെ കേസെടുത്ത് മുൻപോട്ട് പോകുന്ന പ്രവണത ഒരിക്കലും ശരിയല്ല. അതിന് വിശദമായി ഞങ്ങൾ എതിർക്കുകയും പ്രതിഷേധിക്കുകയും. പക്ഷെ കേസെടുത്ത് ഞങ്ങളെ ഭയപ്പെടുത്തി പിന്നോട്ടടിപ്പിക്കാമെന്ന ചിന്ത ഇവിടുത്തെ അധികാരികൾക്കുണ്ടെങ്കിൽ അത് നടപ്പാകുന്ന പ്രശ്നമല്ല. അതിന്റെ കേസിന് പേരുകളുള്ള എല്ലാ കർഷകരെയും ഒന്നിപ്പിച്ച് നിർത്തി അവർക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അത് കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുക്കുകയും ചെയ്യും. വൈദികര് വേദനിക്കുന്ന ജനവിഭാഗത്തിനോട് കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരല്ല, കലാപത്തിനുള്ള ആഹ്വാനമല്ല. പക്ഷെ ജനം വേദനിക്കുമ്പോൾ ഇടയന്മാർക്ക് നോക്കിയിരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു ജനങ്ങളിൽ അല്ലെങ്കിൽ ജനപ്രതിനിധികളിൽ ജനങ്ങളുടെ വികാരം എന്താണെന്ന് അവരെ അറിയിക്കുക. ജനവികാരത്തിന് അനുസൃതമായിട്ടുള്ള നിയമനിർമ്മാണത്തിനായിട്ട് അവർ തയ്യാറാകുക. അപ്പോൾ രൂപത അല്ലെങ്കിൽ ആളുകൾ സ്ഥാനാർത്ഥികളെ നിർത്തുക, സമുദായം സ്ഥാനാർത്ഥികളെ നിർത്തുക, രാഷ്ട്രീയത്തിൽ ഇറങ്ങുക, അങ്ങനെ ഒരു ചിന്തയെ മാനന്തവാടി രൂപതയ്ക്കോ കത്തോലിക്ക കോൺഗ്രസിനോ ഇല്ല. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ജനങ്ങൾ ബദൽ സംവിധാനങ്ങൾ തേടിപ്പോയേക്കാം. വ്യാഴാഴ്ച രാവിലെ 10 മുതൽ ഉപവാസ സമരം ആരംഭിക്കും. രൂപതാ നേതാക്കന്മാരാണ് ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്നത്. പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോസ് മാത്യു പുഞ്ചിയലിൻ്റെ നേതൃത്വത്തിൽ പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ, ഫെറോന കൗൺസിൽ അംഗങ്ങൾ, വിവിധ സംഘടനകളുടെ രൂപതാ മേഖലാ നേതാക്കന്മാർ, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർമാർ, സന്യസ്ത പ്രതിനിധികൾ എന്നിവർ ഉപവാസ സമരത്തിൽ പങ്കെടുക്കും. ഉപവാസ സമരം മാനന്തവാടി രൂപത സഹായമെത്രാൻമാർ അലക്സ് താരാമംഗലം ഉദ്ഘാടനം ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡോക്ടർ സാജു കൊല്ലപ്പള്ളി അധ്യക്ഷത വഹിക്കും. 3 മണിക്ക് മാനന്തവാടി രൂപതാ സഹവികാരി ജനറൽ ഫാദർ തോമസ് മണക്കുന്നൽ നാരങ്ങനീര് നൽകി ഉപവാസ സമരം അവസാനിപ്പിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് കൽപ്പറ്റയിൽ പ്രതിഷേധ റാലി ആരംഭിക്കും. റാലി മാനന്തവാടി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ പോൾ മുണ്ടോളിക്കൽ ഫ്ലാഗ് ഓഫ് ചെയ്യും. മാനന്തവാടി രൂപതയിലെ മുഴുവൻ ഇടവകളിൽ നിന്നുള്ള വൈദികരും അൽമായരും സന്യസ്തരും റാലിയിൽ അണിനിരക്കും. കൂടാതെ കോട്ടയം രൂപത, വയനാട് മേഖല, താമരശ്ശേരി, തലശ്ശേരി രൂപതകളിലെ പ്രതിനിധികൾ എന്നിവരും റാലിയിൽ അണിനിരക്കും. റാലിയുടെ സമാപനത്തോടനുബന്ധിച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുസമ്മേളനം നടക്കും. മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം അധ്യക്ഷത വഹിക്കും. തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാംപ്ലാനി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. താമരശ്ശേരി രൂപത ബിഷപ്പും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ബിഷപ്പ് ഡെലിഗേറ്റുമായ മാർ റെമിജിയൂസ് ഇഞ്ചനാനിയൽ മുഖ്യപ്രഭാഷണം നടത്തും. കോട്ടയം സഹായമെത്രാൻമാർ ജോസഫ് പണ്ടാരശ്ശേരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ, സംഘാടക സമിതി ചെയർമാൻ ജോൺസൺ തൊഴുത്തുങ്കൽ, ഫാദർ ജോബി മുക്കാട്ടുകാവുങ്കൽ, സെബാസ്റ്റ്യൻ പുരയ്ക്കൽ തുടങ്ങിയവർ പ്രസംഗിക്കും.